RSS ശാഖയും അതേപോലെ തന്നെ BJP മാത്രമാണ്. പക്ഷെ സംഘത്തിന് വളരെ വിശാലമായിട്ടുള്ള അനവധി സംഘടനകളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ തന്നെ അങ്ങയുടെ പുസ്തകത്തിനകത്ത് കൂടുതലും ഒരു ഡോക്യുമെന്റേഷനാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? കൂടുതൽ അതായത് ഡോക്യുമെന്റേഷൻ RSSനെ പറ്റി പറയുമ്പോൾ സാധാരണക്കാർക്ക് പോലും അറിയില്ല ഇത്ര വലിയ ഓർഗനൈസേഷൻസ് സംഘത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങയുടെ പുസ്തകത്തിൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ പല വ്യക്തമായിട്ട് തന്നെ പല സംഘടനകൾ, വിദേശത്ത് വർക്ക് ചെയ്യുന്ന സംഘടനകൾ, അസോസിയേറ്റഡ് സംഘടന, അഫിലിയേറ്റഡ് സംഘടന, RSS ഇൻസ്പയർഡ് ഓർഗനൈസേഷൻസ്, അതിനെപ്പറ്റിയൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പുസ്തകം കൂടുതലും ഐഡിയോളജിക്കൽ മാറിയിട്ട് ഒരു ഡോക്യുമെന്റേഷൻ പോലാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? എന്താണ് എന്നുള്ളതാണ്. സംഘത്തെ പറ്റി അതിന്റെ വികാരപരമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു പുസ്തക വായനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സംഘത്തിന്റെ അധ്യാപികൾ തന്നെ പറയാറുണ്ട്, സംഘത്തെ അറിയണമെന്നുണ്ടെങ്കിൽ സംഘത്തിന്റെ ഉള്ളിൽ അതിന്റെ നിത്യശാഖയിൽ നമ്മൾ പങ്കെടുത്താൽ മാത്രമേ സംഘം എന്താണ് എന്നതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പുസ്തകത്തിൽ സംഘത്തിന്റെ താത്വിക അടിത്തറ മറ്റു കാര്യങ്ങൾ ഒക്കെ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ സംഘത്തിന്റെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുണ്ട്. അവയും ഈ പറഞ്ഞ പോലെ ഇന്ന് സംഘത്തെ പോലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങളായിട്ട് അടക്കം ബന്ധപ്പെട്ടിട്ടുള്ളവയാണ്. ഉദാഹരണമായിട്ട് ഭാരതീയ മസ്ദൂർ സംഘം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം ഭാരതീയ മസ്ദൂർ സംഘമാണ്. അതേപോലെ ഏറ്റവും ആദ്യം തന്നെ ആരംഭിച്ച അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന ABVP ആണ്. അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി, കോടിക്കണക്കിന് അംഗങ്ങളുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഈ സംഘാതസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുണ്ട്. അവയുടെ വിശദമായിട്ടുള്ള ഒരു പഠനം ഈ ഒരു ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് സംഘവുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ പ്രസ്ഥാനങ്ങളുണ്ട്, സംഘവുമായിട്ട് ആശയപരമായിട്ട് യോജിപ്പുള്ള സംഘടനകൾ ഏതെല്ലാമാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ ഒരു ക്യാപ്സൂൾ പരുവത്തിൽ കൊടുക്കുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് അതൊരു ചെറിയ രീതിയിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതാണ്ട് 58ഓളം വിവിധ ക്ഷേത്ര സംഘടനകളെ കുറിച്ച്, ഓരോ സംഘടനയെ കുറിച്ച് അതിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്, അതെപ്പോൾ രൂപം കൊണ്ടു, ആ തരത്തിലുള്ള ഒരു ഡാറ്റാബേസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സംഘത്തെ പറ്റി അറിയാൻ ശ്രമിക്കുന്നത് ഈ സംഘത്തിന്റെ പരിവാർ പ്രസ്ഥാനങ്ങൾ, അതും കൂടെ ചേർന്നാണ് സംഘ കുടുംബം എന്നുള്ളത്. അതുകൊണ്ടാണ് അത് ഒരു അധ്യായം മാത്രമായിട്ട് ഒതുക്കിയിട്ടുള്ളത്. അതും എഴുതുകയാണെങ്കിൽ പറയാൻ വിശദമായിട്ട് എഴുതുകയാണെങ്കിൽ 1-2 വാല്യത്തിനുള്ള ഉണ്ട്. പക്ഷെ അത് സാധ്യമില്ലാത്തതുകൊണ്ട് ഒരു പുസ്തകത്തിൽ ഒതുക്കണം എന്നുള്ളതുകൊണ്ട് അത് ചുരുക്കിയതാണ്. ജയകുമാർജി അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമല്ല. അദ്ദേഹം വളരെ അവിടെ എല്ലാവരും മുസ്ലിം കോൺഗ്രസ് അത് മരണപ്പെട്ട ആളുകൾ അവരുടെയൊക്കെ ബോഡീസ് കളക്ട് ചെയ്ത് അവർക്ക് കോഫിൻ തയ്യാറാക്കിയത് ലോക്കൽ സംഘടന. അപ്പോൾ ഞാൻ അത് വലിയ പത്രമായിട്ടാണ് ഞാൻ കിട്ടിയത്. അത് ദേശമാണ് ആ പത്രങ്ങളിൽ വന്നത്. അപ്പോൾ ഞാൻ ചോദ്യം ചോദിച്ചത് സംഘിസ് ആന്റി മുസ്ലിം ഈ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് പോലെ എന്നാൽ പിന്നെ സംഘിനൊക്കെ ആവശ്യമുണ്ടായിരുന്നു ആവശ്യമുണ്ട്. അത് മുസ്ലിംസിന്റെ അതുപോലെ ഗുജറാത്തിലാണെങ്കിലും ഭൂകമ്പമാണെങ്കിലും സുനാമി ആണെങ്കിലും കേരളത്തിൽ നമ്മൾ കണ്ടു. ഏറ്റവും ആദ്യം എത്തുന്ന റെയിൽവേ ആക്സിഡൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യം എത്തുന്നത് ഇതൊരു പെർസെപ്ഷൻ സെറ്റിന്റെ അതുകൊണ്ട് കൂടെയാണ് ഇത് വെറും നമ്മളിപ്പം കഴിഞ്ഞൊരു 15 വർഷമായിട്ട് പവറിൽ വന്നു. തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു പെർസെപ്ഷൻ ഇത് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഇന്ന് ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, മീഡിയയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട് സംഘത്തിന്റെ റോൾ എന്താണ്. അത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും അത് സേവാഭാരതി പോലുള്ള സോഷ്യൽ സെക്ടറിലാണെങ്കിലും ഈ പറയുന്ന ഓർഗൻ ഡൊണേഷനെ പോലും നമ്മുടെ ദളിച്ചി ദാൻ സംസ്ഥാനങ്ങളൊക്കെ
ഒരു ഓർഗനൈസേഷൻ. ഓർഗൻ ഡൊണേഷൻ മാത്രം നമ്മുടെ ആലോചനയാണ് അതിന്റെ അധ്യക്ഷൻ. ഇങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനെ പറ്റി ഇന്ന് കൂടുതൽ ജനങ്ങൾക്ക് അറിവുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അനുബന്ധിച്ചെന്ന് ചോദ്യം ചോദിക്കാൻ പ്രചാരകനാണ് അദ്ദേഹം. മാത്രമല്ല ഇന്ന് നമ്മൾ കാണുന്ന ഈ പരിപാടികളെ മുഴുവൻ തന്നെ രൂപകൽപ്പന ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇതിനെ മുഴുവനും എൻവിസാജ് ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒരു ബിഗ് പിക്ചർ മാൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ജയൻചേട്ടന് ഇത്രയും നാളും സംഘത്തിലുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വളരെ ഡെഫിനറ്റ്ലി ഡെബിറ്റ് സബ്ജക്റ്റിൽ സമൂഹത്തിൽ ഇത്രയും നാള് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയതൊക്കെ നമ്മൾ സത്യത്തിൽ ഇത്രയും ഇമ്പാക്ട് ഉണ്ടോ സംഘത്തിൽ? ഒരു സംഘടനയുടെ ഗ്രോത്തും ഒരു സംഘടനയുടെ കോൺട്രിബ്യൂഷൻസ് ഇത് രണ്ടും റിലേറ്റഡാണ്. നിങ്ങൾ ഏത് മൂവ്മെന്റ്, ഏത് ഓർഗനൈസേഷൻ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കമ്പാരിസൺ ചെയ്യുമ്പോൾ if an organization, if an institution, if a movement is growing, then you can understand that they have contributed immensely to the world. ഇത് രണ്ടും റിലേറ്റീവ് ആണ്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ ഹാസ് ഗ്രോൺ ഇൻ എ ബിഗർ സൈസ്, ദ ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ്. അതിൽ സ്വാഭാവികമായിട്ടും it has been contributed immensely for the society. അതല്ലെങ്കിൽ അത് വളരില്ല. അപ്പൊ അത് എന്ത് എന്നുള്ളത് ശരിക്കും പഠന വിധേയമാക്കുന്നുണ്ടാണ്. രണ്ടാമത്തെ കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ ബി ദ മോസ്റ്റ് കോൺട്രിബ്യൂട്ടഡ് ഓർഗനൈസേഷൻ ഇൻ ദി സൊസൈറ്റി. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂസി അല്ലെങ്കിൽ ചർച്ചാ വിധേയമായിട്ടുള്ള ഒരു സംഘടന എന്ന് ഇന്ത്യയിൽ RSS ആണ്. അപ്പൊ രണ്ട് തരത്തിലാണ്. ഒന്ന് വളർച്ച, രണ്ട് ഏറ്റവും കൂടുതൽ ചർച്ചകളുടെ വിധേയമാകുന്ന സംഘടന. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അതിനർത്ഥം അത് ഇമ്മൻസ് കോൺട്രിബ്യൂഷൻ സൊസൈറ്റിയിലേക്ക് പോസിറ്റീവോ നെഗറ്റീവോ. അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് 10-31 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ട് മാറി. അതിന്റെ റെലവൻസും നശിച്ചു പോയി. അപ്പൊ കേരളത്തിൽ മാത്രം ഒരു കോണിലായിട്ട് ഒതുങ്ങുന്നില്ല. അപ്പം ഈ ഇതിനെ ഇതുപോലെ തന്നെ ഇന്ന് ഏത് രീതിയിലാണ് കാണുന്നത്? സംഘത്തിന്റെ ഇത്രയും നാളുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇതിനെ പറ്റി അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് ഇതേ രീതിയിൽ ഒറ്റ പ്രസ്ഥാനത്തിൽ എടുക്കാൻ സാധ്യത? അതിനകത്ത് ഒരു ഇന്റേണൽ ഡെമോക്രസി ഉണ്ടോ? അതുകൊണ്ടാണോ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയാം. ഇതിന്റെ ഉത്തരം പുസ്തകത്തിന്റെ അവതാരകയുടെ നന്ദനാണ്. അദ്ദേഹം എഴുതിയിട്ടുണ്ട് 100 വർഷം കഴിഞ്ഞിട്ട് ഒരു സംഘടന അതെങ്ങനെ തുടങ്ങിയ കാലത്തേക്കാളും തുടർച്ചയായിട്ട് എങ്ങനെ പറ്റി പറയുന്നത്. പ്രധാനമായിട്ടും ഒന്ന് അതിന്റെ സൈദ്ധാന്തിക അടിത്തറ. അത് കാലാനുസൃതം അതേപോലെ സാധ്യതകളുമായി ഉള്ളതല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനവും അതിന് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ സ്ഥിരത, ആ ഒരു ആദർശിക്കനുസരിച്ച് അതിന്റെ പ്രവർത്തകർ ഒരേ ലക്ഷ്യത്തോടുകൂടി തുടർച്ചയായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ സംഘടന നിലനിൽക്കും. സംഘം നിലനിൽക്കുന്ന പ്രധാന കാരണം ഒന്ന് സൈദ്ധാന്തിക അടിത്തറയും, മറ്റൊന്ന് അത് വ്യക്തിനിഷ്ഠമല്ല, സംഘ ആദർശാധിഷ്ഠിതമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതും സംഘം രൂപം കൊണ്ട അതേ പദ്ധതി തന്നെയാണ് 1925. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ
സൈദ്ധാന്തിക അടിത്തറ എന്ന് പറയുന്നത് മെറ്റീരിയലിസമായിരുന്നു, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് സിദ്ധാന്തമായിരുന്നു. അതിൻ്റെ 10-50 വർഷങ്ങൾക്ക് മുൻപ് ഈ ഇടതുപക്ഷ സിദ്ധാന്തത്തെ നിലനിർത്തിക്കൊണ്ട് DMSന്റെ സ്ഥാപനമായിട്ടുള്ള സംഘത്തിന്റെ കേരളത്തിൽ തന്നെ സംഘം ആരംഭിച്ച ബന്ധപ്പം തയ്യാറാക്കി ഒരു പുസ്തകം രചിക്കുന്നു. കമ്മ്യൂണിസം സ്വയം മാറ്റിയെടുക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു പുസ്തകമായിരുന്നു. ആ പുസ്തകത്തിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തുകൊണ്ട് അദ്ദേഹം അതിൻ്റെ സൈദ്ധാന്തിക അടിത്തറ എത്രമാത്രം അശാസ്ത്രീയമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ സൈദ്ധാന്തിക അപജയം കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകം മുഴുവൻ തന്നെ ഇല്ലാതാകുന്നത്. ഇന്ന് അത് ആകെ നിലനിൽക്കുന്നത് ചൈനയിൽ മാത്രമാണ്. ചൈനയിലുണ്ടായിരുന്നു, ചൈനയുടെ പെട്ടെന്ന് അമേരിക്ക ചൈന തട്ടിക്കൊണ്ടുപോയതോടുകൂടി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഏതാണ്ട് അവസാനിച്ചു. ഇന്ന് അമേരിക്ക ചൈനയിൽ മാത്രമായിട്ട് ഉപയോഗിക്കുകയാണ്. ആ ചൈനയിൽ നിലനിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ അടിത്തറയിലാണ്, മുതലാളിത്ത വ്യവസ്ഥയിലാണ്. എനിക്കൊന്ന് ഇന്ത്യയിലുള്ളതിനേക്കാളും കൂടുതൽ പോലീസന്മാർ ഈ ചൈനയിലുണ്ട്. സോഷ്യലിസം ആയിരുന്നുവെങ്കിൽ ഇവിടെ മുതലാളിയും തൊഴിലാളിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു രാജ്യത്ത്, കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത്, സോഷ്യലിസ്റ്റ് രാജ്യത്ത് പോലീസന്മാരുണ്ടാവില്ല. പക്ഷേ ചൈനയിലെ പോലീസന്മാരുണ്ട്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പറഞ്ഞ അനവധി സൈദ്ധാന്തികമായിട്ട് പകർന്നു. പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നിലനിൽക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ ഫണ്ടും അവിടെയുള്ള ഭൗതിക പിന്തുണയും അതേപോലെ ആയുധ പിന്തുണയും എല്ലാം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെല്ലാം പറഞ്ഞതോടുകൂടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ സഹായങ്ങളും ചെയ്യുക. ഞാൻ ഓർക്കുന്നുണ്ട്, വരാറുണ്ടായി. അത് മലയാളത്തിലുള്ളതാണ്. അത് അച്ചടിക്കുന്നത് ചെന്നൈയിലെ ദക്ഷിണ എംബസിയിലാണ്. അത്തരം പുസ്തകാലയങ്ങളെല്ലാം തന്നെ സാമ്പത്തികമായി നിന്നു, അതിലേക്ക് ബാക്കിയുള്ള വഴിയിൽ നിന്നു. ഇന്ത്യയിലെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ എല്ലാം പ്രവർത്തിക്കുന്നത് വിദേശത്തു നിന്നുള്ള ആയുധങ്ങൾ ശേഖരിക്കുന്നത്. അതെല്ലാം അടങ്ങി. ചൈന പോലും ഈ പറയുന്ന ഇന്ത്യയിലുള്ള നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ആയുധവും പണവും കൊടുക്കുന്നത് മോദി ഗവൺമെന്റ് വന്നതോടുകൂടി പൂർണ്ണമായിട്ട് വേണം തന്നെ നിർത്തലാക്കിയിട്ട് പറയാം. ഈ തരത്തിൽ സാമ്പത്തികമായിട്ടും സൈദ്ധാന്തികമായിട്ടും ആശയപരമായിട്ടും വളരെ ബുദ്ധിമുട്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാമമാത്രമായിട്ട് കേരളത്തിൽ മാത്രമായിട്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ സംഘമാകട്ടെ ഒരാദർശത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്താധിഷ്ഠിതമല്ല നിലനിന്നുകൊണ്ട് ജനാധിപത്യ രീതിയിൽ അതിലെ പ്രവർത്തകരെ, അതിന്റെ ഭാരവാഹികളെ എല്ലാം തെരഞ്ഞെടുക്കുന്നത് ജനാധിപത്യ രീതിയിലാണ്. ഒരു തീരുമാനം സംഘടിതമായിട്ട് പകർവാദിയ പ്രതിനിധി സഭയോ അല്ലെങ്കിൽ ഏറ്റവും താഴെ തദ്ദേശാലത്തിലുള്ള കാര്യകാരി സദസ്സ് അവിടെ തീരുമാനങ്ങൾ അതെന്താണോ വിദ്യാഭിപ്രായം ഉണ്ടെങ്കിൽ ശരി, അവസാനം ആ തീരുമാനങ്ങൾ മുഴുവൻ സംഘടനയുടെ തീരുമാനങ്ങൾ എന്നുള്ള രീതിയിൽ അതിലെ പ്രവർത്തകർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്നുകൊണ്ടാണ് സംഘം വിഭജിക്കുമാകുന്നത്. വേറെ ഗ്രൂപ്പുകൾ ഉണ്ടാകാറുള്ളത് ഇന്നും സുശക്തമായി തന്നെ ഗവൺമെന്റ് മുന്നിൽ നയിക്കുന്ന പ്രധാനമായിട്ട് സംഘം മാറിയിട്ടുള്ളത്. Thank you so much.